ഹായ് ഗൈസ്, ഇന്നൊരു കുട്ടി ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. ഓൾറെഡി ഇതിൻ്റെ കൂടെ ഇടുന്ന സ്കേർട്ട് താഴെ പ്ലേറ്റൊക്കെ വന്നിട്ട് നല്ല ഒരു വൈറ്റ് കളർ നെറ്റിനകത്ത് വെച്ചിരിക്കുന്ന സ്കേർട്ടിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നേരെ നമുക്ക് ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങിലേക്കിട്ട് പോകാം. ഇത് 4 വയസ്സുള്ളൊരു മോക്കാണ്. ഓൾറെഡി ഇവർ അമ്മയ്ക്ക് ഒരു അംബർല ഗൗൺ എൻ്റെ അടുത്ത് തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് ബാക്കി ഫ്രണ്ട് പോർഷനിൽ വെച്ചതിൻ്റെ ബാക്കി നെറ്റാണിത്. അപ്പോൾ അത് വെച്ചിട്ട് മോൾക്ക് ഒരു ക്രോപ്പ് ടോപ്പ് അടിച്ചു കൊടുക്കുക അവർ പറഞ്ഞു. പ്രത്യേകിച്ച് മോഡലെന്ന് പറഞ്ഞത് സിമ്പിളായിട്ട് മതി, പുള്ളിക്കാരി നെറ്റൊന്നും ഇങ്ങനെ കുത്തിക്കൊള്ളും എന്ന് പറഞ്ഞ് ഈ പിള്ളേരൊക്കെ ഒരുവിധം പിള്ളേരെല്ലാം അങ്ങനെയാണല്ലോ. ഇങ്ങനെയുള്ള ഡ്രസ്സൊന്നും നമ്മൾ ഇഷ്ടപ്പെട്ട ഫ്രോക്കൊക്കെ തയ്ച്ചു കൊടുത്താൽ ഇടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുപോലൊരാളാണ് ഇതും. അപ്പോൾ ചേച്ചി സ്ലീവ് ഒന്നും വെക്കണ്ട, അല്ലാതെ കൈയൊന്നും ഇല്ലാത്ത ഒരു കൊച്ചൊരുടുപ്പ് തയ്ച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ മോക്കയുടെ അളവിലാണ് ഞാൻ വെട്ടുന്നത്. 4 വയസ്സുള്ള മോക്കയുടെ അളവിൽ ഞാൻ ആം ഹോളും ഷോൾഡറും എല്ലാം 4 ഇഞ്ച് എടുത്തിട്ട് പിന്നെ വണ്ണവും 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ എല്ലാത്തിനും 2 ഇഞ്ച് ഇടും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കൂടിപ്പോയാലും കുഴപ്പമില്ല, നമുക്ക് വെട്ടിയെങ്കിലും കളഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. കുറഞ്ഞു പോയാൽ പിന്നെ മെനക്കേടാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും എന്ത് ചെയ്താലും ഒരു ഇച്ചിരി അധികം തയ്യൽ തുമ്പിട്ടേ ചെയ്യത്തുള്ളൂ. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് തിരുത്തി എടുക്കണ്ടേ. അങ്ങനെ ലൈനിങ്ങാണ് നമ്മൾ ആദ്യം വെട്ടിയെടുക്കുന്നത്. ലൈനിങ് വെച്ചിട്ട് മെയിൻ തുണി വെട്ടാന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇത് വെട്ടുന്ന സമയത്ത് ഞാൻ വേറെ ഒന്നുമില്ല, ഫ്രണ്ടും ബാക്കും ഒരു റൗണ്ട് നെക്കൊക്കെ കൊടുത്ത് സാധാ രീതിയിൽ അവർ പറഞ്ഞില്ലേ, വേറെ പ്രത്യേകിച്ച് മോഡലൊന്നും പറഞ്ഞില്ല, ബാക്കിൽ ഓപ്പണിങ് വരുന്ന രീതിയിൽ ഒരു കുഞ്ഞൊരു ടോപ്പ് തയ്ച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. സത്യം പറയുന്നത് വെട്ടുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് ബാക്ക് ഫ്രണ്ട് 2 കഴുത്തകലവും കഴുത്തിറക്കം 3 ഇട്ടിട്ട് അങ്ങനെ ചെയ്ത് വെട്ടിയൊരു റൗണ്ട് ബാക്ക് ഫ്രണ്ട് റൗണ്ട് നെക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ചിന്തിച്ച് വേണ്ട, നെറ്റല്ലേ, അപ്പം ഫ്രണ്ട് പോർഷൻ ആണെങ്കിൽ സീ ത്രൂ നെക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബാക്ക് മാത്രം സീ ത്രൂ നെക്ക് വെട്ടി. പിന്നെ ഫ്രണ്ട് ഓൾറെഡി വെട്ടാനിടുന്ന സമയത്താണ് എനിക്ക് സീ ത്രൂ വെട്ടിയാലോ എന്നൊരു ചിന്ത തോന്നിയത് കേട്ടോ. സത്യം പറഞ്ഞാൽ അതുവരെ എനിക്ക് റൗണ്ട് വെട്ടണമെന്നായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് നെറ്റല്ലേ, അപ്പോൾ അങ്ങനെ സീ ത്രൂ ആയിട്ട് മേൽ പോർഷൻ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ, കുഞ്ഞല്ലേ, നല്ല ഭംഗിയായിരിക്കും. ഞാൻ പിള്ളേർക്ക് അങ്ങനെ ഫ്രോക്കിലേ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ, ക്രോപ്പ് ടോപ്പ് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമല്ലേ എന്ന് വിചാരിച്ച് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഒരു 2 ഇറക്കം വെച്ചിട്ട് നമ്മുടെ കഴുത്തിൻ്റെ 3-ൻ്റെ അവിടെ നിന്ന് നേരെ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 2 മാർക്ക് ചെയ്തില്ല, അങ്ങോട്ട് വരച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ലൈനിങ്ങും വെട്ടി തീരുമ്പം ലൈനിങ്ങിനകത്ത് മേളിൽ 1 ഇഞ്ച് വെല്ലം നെക്ക് വെട്ടുന്ന രീതിയിലാക്കും. എന്നിട്ട് ബാക്ക് പോർഷനിൽ നമ്മൾ ആ ബാക്ക് പോർഷൻ്റെ ലൈനിങ് വെച്ചിട്ട് മെയിൻ തുണി വെട്ടിയെടുക്കണം. നമ്മൾ മെയിൻ തുണിയിൽ നെറ്റാവുന്നുണ്ട്, മെയിൻ തുണിയിൽ അടയാളപ്പെടുത്തുന്നത്. ഞാൻ ഒരുവിധം നെറ്റ് അങ്ങനെയൊക്കെയുള്ള കുനിഷ്ട തുണികളിലൊന്നും ഞാൻ നേരിട്ട് അടയാളപ്പെടുത്തത്തില്ല, ലൈനിങ് അടയാളപ്പെടുത്തത്തുള്ളൂ. എന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ 1 ഇഞ്ച് ഞാൻ മേളത്തെ നെക്ക്, നമ്മൾ മറ്റേ നെക്ക് 3 അല്ലേ അടയാളപ്പെടുത്തിയത്, അപ്പം ഇത് മേളിൽ നിൽക്കും, ലൈനിങ്ങിൻ്റെ ആ നെക്കും താഴെ നിൽക്കും. അപ്പം നല്ലതായിരിക്കും കുഞ്ഞിന്. അപ്പോൾ സത്യത്തിൽ എനിക്ക് വെട്ടി തീർന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചൊക്കെ നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ വെച്ചപ്പോഴത്തേന് ഇതുപോലെ തയ്ച്ച് വരുമ്പോൾ നല്ലതായിരിക്കും. ആളിച്ചിരിയേ ഉള്ളൂ, ഇതിങ്ങനെ ഞാൻ ഇച്ചിരി വണ്ണം ഇട്ടിരിക്കുന്നതാണ്, വണ്ണം ഇട്ട് തയ്ക്കണേന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പോലും ഇല്ല ആൾ. അങ്ങനെ ഞാൻ വെച്ചൊക്കെ നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം ഇങ്ങനെ വെട്ടാൻ തോന്നിയത് ഭാഗ്യമായി. കാരണം വെച്ചാൽ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇങ്ങനെ വെട്ടിയപ്പം. അല്ലെങ്കിൽ ബാക്കും ഫ്രണ്ട് റൗണ്ട് നെക്ക് അടിക്കുമ്പോൾ ഇത്രയും ഭംഗി എന്തായാലും കിട്ടത്തില്ല. പിന്നെ കൈ ഇല്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് സ്ലീവ് ഒന്നും വെക്കാത്തതുകൊണ്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്ത്. കാരണം വെച്ചാൽ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ മേളത്തെ നെക്കിലും വെക്കണം, പിന്നെ സ്ലീവിൽ വെക്കാനാണ് ലൈനിങ് വെച്ചിട്ട് ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ടിങ്ങൊക്കെ കട്ട് ചെയ്ത് ഇത് ബാക്കിൽ നമുക്ക് ഓപ്പണിങ് കൊടുക്കാനായിട്ട് ഹൂക്കും ഒക്കെ വെക്കണ്ടേ, അതിനുള്ള പീസും കട്ട് ചെയ്ത് നമ്മൾ നേരെ മെഷീനിലോട്ട് പോയി തയ്ക്കാൻ. ആദ്യം തന്നെ നമുക്ക് അവസാനം കട്ട് ചെയ്ത് ക്രോസ് പീസ് എടുക്കാവേ. ക്രോസ് പീസിൽ നിന്ന് തന്നെ തയ്ച്ച് തുടങ്ങാം. ഞാൻ ഇതുപോലുള്ള ക്രോസ് പീസുകളൊക്കെ ആദ്യം അങ്ങ് തയ്ച്ച് മാറ്റി വെക്കും കേട്ടോ. എന്നിട്ട് പൈപ്പിങ്ങിൻ്റെ രീതി തന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് 2ആയിട്ട് മടക്കി നമ്മൾ പൈപ്പിങ്ങിന് നെക്കിൽ വെക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ തയ്ച്ചെടുക്കുക. അതുപോലെ തന്നെ ഇത് നമുക്ക് മെയിൻ നെറ്റിൽ വെക്കാനും ലൈനിങ്ങിൽ വെക്കാനും സ്ലീവിൽ വെക്കാനും പ്രത്യേകം നമ്മൾ ലൈനിങ് പീസ് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ തയ്ച്ച് വെക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് നിങ്ങളുടെ കുട്ടികളുടെ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് ഞാൻ നിങ്ങളുടെ അഡ്രസ്സിൽ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും തയ്ച്ച് കൊടുക്കുകയും. അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ക്രോസ് പീസുകളൊക്കെ കട്ട് ചെയ്ത് ലൈനിങ്ങിൻ്റെ ക്രോസ് പീസാണ് നമ്മളിപ്പോൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ സ്പീഡ് ഇച്ചിരി കൂട്ടിയിട്ടിരിക്കുക, അതാകുമ്പം വലിയ പ്രശ്നമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ലോങ് വീഡിയോ, എഡിറ്റ് ചെയ്താണ് ഇത്രയെങ്കിലും ആക്കി എടുക്കുന്നത്. അങ്ങനെ ക്രോസ് പീസൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ
ഫ്രണ്ടിലത്തെ മെയിൻ തുണിയും ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഇത് രണ്ടും നമുക്ക് ഫിനിഷ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ലൈനിങ് എടുക്കാം. ലൈനിങ് എടുത്തിട്ട് ലൈനിങ്ങിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ക്രോസ് പീസ് അറ്റത്ത് അടിച്ച് തുടങ്ങണം. നമ്മൾ ഓൾറെഡി രണ്ടായിട്ട് മടക്കി അടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് എളുപ്പമാണ്. അല്ലെങ്കിൽ പിന്നെ രണ്ട് സൈഡും പിടിച്ച് അടിക്കുമ്പോഴത്തേന് തുടക്കക്കാർക്കൊക്കെ ഇച്ചിരി പാടായിരിക്കും. തുടക്കക്കാർക്കൊക്കെ അതുകൊണ്ട് ഇങ്ങനെ അടിച്ച് വെച്ചിട്ട് ഇങ്ങനെ പൈപ്പിങ്ങിൻ്റെ രീതിയിൽ തന്നെ രണ്ടായിട്ട് അടിച്ച് വെച്ചിട്ട് ഇങ്ങനെ നേരിട്ട് നെക്കിലോട്ട് വെക്കുകയാണെങ്കിൽ ഇച്ചിരി എളുപ്പമായിരിക്കും കേട്ടോ. എന്നിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ ചീത്ത വശത്തോട്ട് വെക്കുന്നതിന് തൊട്ട് മുമ്പ് ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ എല്ലാം ജസ്റ്റ് ഓരോ കുഞ്ഞു കട്ടിങ് ഇടണം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് മറിച്ചിങ്ങനെ പതിച്ചടിക്കുമ്പോൾ എളുപ്പമായിരിക്കും. പിന്നെ വലിക്കരുത്. അത് ഈ തുണിയെന്നല്ല, ഏത് തുണിയായാലും വലിച്ചടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിനിഷിങ് നമുക്ക് ഏത് ഡ്രസ്സിലായാലും കിട്ടത്തില്ല. അപ്പം വലിക്കാതെ തുണിയെ നോവിക്കാതെ പയ്യെ അടിച്ചെടുക്കുക. അതുപോലെ അപ്പോൾ ഇത് ലൈനിങ് അതുപോലെ തന്നെ. പിന്നെ നമ്മൾ ഈ ബാക്കി നിൽക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ആ ഒരു വെട്ടിയ ഷേപ്പ് കളയാതെ തന്നെ കട്ട് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആ ഷേപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ തുണിയായിട്ട് ജോയിൻറ്റ് ചെയ്യുമ്പോഴത്തേന് കറക്റ്റ് ആവത്തില്ല. പിന്നെ നമ്മൾ നെറ്റിൻ്റെ പൈപ്പിംഗ് ഉണ്ടല്ലോ, ക്രോസ് പീസ് വെച്ച് പൈപ്പിംഗാണ് അടിച്ച് വെച്ചിരിക്കുന്നത്. അത് തുണിയുടെ നല്ല വശത്ത്, അതായത് നെറ്റിൻ്റെ നല്ല വശത്ത് വെക്കണം. നെറ്റിനെ നല്ലയും ചീത്തയും നോക്കിയിട്ട് വെക്കുവാണ് കേട്ടോ. തിരിഞ്ഞു പോയാൽ പിന്നെ ഭയങ്കര പാടാണ്, ഇളക്കുമ്പോൾ കീറിയൊക്കെ പോകും. നെറ്റല്ലേ, പെട്ടെന്ന് വിട്ടുപോകും തുണിയങ്ങ്. അങ്ങനെ നമ്മൾ ലൈനിങ് വെച്ച അതുപോലെ തന്നെ മെയിൻ തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ട് അതേ കണക്ക് തന്നെ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് പതിച്ചടിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ സ്റ്റിച്ചിങ്ങിന് വീഡിയോ. അതുകൊണ്ടാണ് എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയുടെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ വോയിസ് കൊടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ ഏത് വീഡിയോ ആണെങ്കിലും, തയ്ക്കുന്നതാണെങ്കിലും എന്ത് വീഡിയോ ആണെങ്കിലും ആ സമയത്ത് തന്നെ വോയിസ് കൊടുക്കണമെങ്കിൽ പാടില്ല. പിന്നെ എഡിറ്റ് ചെയ്തിട്ട് വോയിസ് കൊടുക്കുന്ന എനിക്ക് ഭയങ്കര എന്തോ വലിയ കാര്യം ചെയ്യുന്ന കണക്കാണ്. എന്തായാലും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ഓരോരുത്തർ സംശയമൊക്കെ ചോദിച്ച് എത്ര തുണി മേടിക്കണം, എൻ്റെ മോൾക്ക് എത്ര മേടിക്കണമെന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകളും, പിന്നെ കൊള്ളാം മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകളിട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കേട്ടോ പൈപ്പിങ്ങൊക്കെ വെച്ച് തീർന്നപ്പോൾ ഇതുപോലെ കിട്ടി. പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അടുത്തുനിന്ന് 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടല്ലേ നമ്മൾ അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പോൾ അത് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു പിന്ന് കുത്തി വെച്ച് കൊടുക്കുക. 2 സൈഡിലും അതുപോലെ തന്നെ പിന്ന് കുത്തി വെച്ചിട്ട് അവിടെ പതിച്ചങ്ങ് അടിക്കാം. അതാകുമ്പോൾ നമുക്ക് അത് സെക്യൂറായിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ അതിനെപ്പറ്റി പേടിക്കണ്ട, അല്ലെങ്കിൽ വിട്ട് പോകും നമുക്ക്. ആ 2 ഇഞ്ച് നമ്മളിപ്പോൾ 2 ഇഞ്ച് ഞാൻ 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ 2 2.5 ഇടുന്നത്. അതനുസരിച്ച് ഗ്യാപ്പ് കറക്റ്റായിട്ട് പിടിച്ചിട്ട് പിൻ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ബാക്കിയുള്ള സെക്ഷനെല്ലാം പതിച്ചടിക്കണം. ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഞാൻ കുറച്ച് അധികം തുണി ഇടും. കാരണം വെച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലും നമുക്ക് നല്ല രീതിയിൽ ആക്കി എടുക്കണ്ടേ. അതുകൊണ്ട് ഞാൻ എപ്പോഴും കുറച്ചധികം തയ്യൽ തുമ്പ് ഇട്ടിരിക്കും. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി ഇതുപോലുള്ള തയ്യൽ തുമ്പുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് മാറ്റിയാൽ മതി. പിന്നെ ബാക്കിലത്തെ നെക്ക് നമ്മൾ സാധാരണ എങ്ങനെയാണ് മെയിൻ തുണി ലൈനിങ്ങുമായിട്ട് വെച്ചതിന് ശേഷം നെക്കിൻ്റെ ഷേപ്പിൽ കറക്കി അടിച്ചതിന് ശേഷം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ജസ്റ്റ് കുഞ്ഞു കട്ടിങ് എല്ലാം ഇട്ടിട്ട് പതിച്ചടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, അതുപോലെ അങ്ങ് ചെയ്യുക. മറ്റേത് ക്രോസ് പീസ് ആവുന്നതുകൊണ്ട് ഞാൻ നല്ലോണം ക്ലിയർ ചെയ്ത് പറഞ്ഞിരുന്നു. ഇത് നമ്മൾ സാധാരണ നെക്കെല്ലാം അടിക്കുന്നത് അതേ കണക്ക് തന്നെ അടിച്ചിട്ട് അടുത്ത സെക്ഷൻ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്നതാണ്. ഷോൾഡർ നമ്മൾ നല്ല വശവും ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം സാധാ ഷോൾഡർ എങ്ങനെയാണോ ജോയിൻറ്റ് ചെയ്യുന്നത് അതുപോലെ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാം വിശദീകരിച്ച് പറയുന്നില്ല. കാരണം വെച്ചാൽ ഒരുവിധം അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ പിന്നെ അവർക്ക് ബോറടിക്കും. ഷോൾഡറൊക്കെ ജോയിൻറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കുക. അല്ലാത്തുള്ളവർക്കും എല്ലാവർക്കും ചിലപ്പം ഷോൾഡറൊക്കെ ജോയിൻറ്റ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരൊക്കെ കാണും. അപ്പോൾ അവർക്ക് എല്ലാം കൂടി ആകുമ്പോൾ ഇങ്ങനെ ബോറടിക്കത്തില്ലേ. അതുകൊണ്ട് ഞാൻ അതൊന്നും അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തരുന്നില്ല. അപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ട് ബാക്കി നിൽക്കുന്ന തുണികളെല്ലാം കട്ട് ചെയ്ത് തരും. അപ്പം ഇതുപോലെ കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഹുക്ക് കൈയും വെക്കണേ. അതിന് ബാക്കിൻ്റെ സെൻറ്റർ പിടിച്ച് കൈക്കുഴി എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്ക് മൊത്തത്തിൽ ഓപ്പൺ കൊടുക്കാവുള്ളേ. മൊത്തത്തിൽ ഓപ്പൺ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലാതാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഹുക്ക് ആവുന്നതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഓപ്പൺ കൊടുക്കുവേ. സിബൊക്കെ ആണെങ്കിൽ സിബിൻ്റെ ഇറക്കം അനുസരിച്ച് ഓപ്പണിങ് കൊടുത്താൽ മതി. എന്നിട്ട് മെയിൻ തുണി ലൈനിങ് ജസ്റ്റ് നമുക്ക് തയ്ക്കുന്ന സമയത്ത് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് അടുത്തത് ഹുക്ക് വെക്കുന്ന സൈഡാണ്. അത് മെയിൻ തുണിയുടെ നല്ല വശവും ഹുക്കിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ അടിച്ചിട്ട്
ആ തയ്യലിൻ്റെ അടുത്തോട്ട് ഒരു വട്ടം മടക്കിയിട്ട് പിന്നെ മൊത്തത്തിൽ മടക്കി ഉള്ളിലോട്ട് പോകുന്ന രീതിയിൽ വെച്ചിട്ട് പതിച്ചടിക്കണം. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിഞ്ഞൂടാ, ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. അതായത് ടോപ്പിൻ്റെ നല്ല വശവും ഈ നമ്മൾ ഹുക്ക് വെക്കാൻ വേണ്ടി വെച്ച തുണിയുടെ നല്ല വശവും വെച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ആദ്യം അടിക്കണം. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് പിന്നെ മൊത്തത്തിൽ ബാക്കിലോട്ട് മൊത്തത്തിൽ കവർ ചെയ്ത് പോകുന്ന രീതിയിൽ ഇതേ കണക്ക് അടിച്ച് മൊത്തത്തിൽ കറക്കി പതിച്ചടിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് ഹുക്കിൻ്റെ സെക്ഷൻ ഓക്കെ ആയി. പിന്നെ അയ്യുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ തുണിയുടെ ചീത്ത വശത്ത് ആ തുണിയുടെ നല്ല വശം വെച്ചിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ അടിച്ചിട്ട് പിന്നെ മുമ്പിലോട്ട് മടക്കി വെക്കണം ഹുക്കിന്. നമ്മൾ മറ്റേത് പുറകിലോട്ട് മൊത്തത്തിൽ ബാക്കിലോട്ട് അടിച്ച് മറിച്ച് ചെയ്ത്, ഇത് ബാക്കിൽ വെച്ചിട്ട് മുമ്പിലോട്ട് അടിച്ചെടുക്കുക നമ്മൾ ചെയ്യുന്നത്, മുമ്പിലോട്ട് മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണോ നമുക്ക് എത്ര ഗ്യാപ്പിട്ട് എത്ര ഹുക്ക് വേണം അതനുസരിച്ച് ഗ്യാപ്പിട്ട് മാർക്ക് ചെയ്ത് നമ്മൾ ഹുക്കിനുള്ള ഹോൾ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര എനിക്കറിയത്തില്ല, എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ ജസ്റ്റ് 2 ഇഞ്ച് ഗ്യാപ്പിട്ടാണ് ഹുക്കിനുള്ളത് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് കുത്തി നിർത്തിയിട്ട് പിന്നെയും തയ്ച്ചിങ്ങനെ ഓപ്പണിങ് കൊടുത്തിട്ട് പിന്നെയും നേരെ കുത്തി നിർത്തിയിട്ട് നേരെ താഴോട്ട് അടിച്ച് വന്നിട്ട് നമ്മൾ പിന്നെയും മാർക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നില്ലേ, അവിടെ എത്തുമ്പോൾ പിന്നെയും ഹുക്കിനുള്ള ഹോൾ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുത്തി നിർത്തി പിന്നെയും അതുപോലെ തന്നെ ഇങ്ങോട്ട് എങ്ങനെയാണോ ഹുക്കിനുള്ള ജസ്റ്റ് വി ഷേപ്പിൽ മാത്രം നമ്മൾ സ്റ്റിച്ച് ഇടാത്ത രീതിയിൽ തയ്ച്ച് എന്നിട്ട് നേരെ താഴോട്ട് അടിച്ചിറക്കുക. അങ്ങനെയാണ് ഹുക്ക് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കറക്റ്റായോ എന്ന് നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സമാധാനത്തിന് ഒരു മുട്ടുപിന്നൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുത്തുന്നുണ്ട്. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ സ്ലീവാണ്. സ്ലീവിന് ഓൾറെഡി നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് അങ്ങ് നല്ല വശത്ത് വെച്ചിട്ട് ചീത്ത വശത്തോട്ട് വെച്ച് പതിച്ചടിച്ചാൽ മതി. അതിൻ്റെ പ്രത്യേകിച്ച് ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ വണ്ണം നോക്കിയിട്ട് ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് വണ്ണം അടിക്കുക. അരികും മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കുട്ടി ക്രോപ്പ് ടോപ്പ് 4 വയസ്സിൻ്റെ ക്രോപ്പ് ടോപ്പാണ് ഞാൻ തയ്ച്ചെങ്കിലും കുട്ടി ക്രോപ്പ് ടോപ്പാണ് ഇത് കേട്ടോ. എന്നാൽ എന്തെങ്കിലും വണ്ണം വയ്ക്കുമ്പോൾ ഇട്ടോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അധികം തയ്യൽ തുമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ തയ്ച്ച് കുരുട്ടിട്ട വീഡിയോസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കല്ലേ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.